എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ 19 LDC നിലവാരത്തിലെ 2023 LDC നിലവാരത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 16 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. LGS നിലവാരം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, LD നിലവാരം എടുത്തത് അല്ലേ. ഇപ്പൊ 19ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2023 നടന്നിട്ടുള്ള 19ാമത്തെ എക്സാം. അപ്പൊ 19 എക്സാം എഴുതി പരിശീലിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജവംശമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ട് ബന്ധമില്ലാത്തത് തെരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വന്നത്, ബന്ധമില്ലാത്തത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, മാർത്താണ്ഡവർമ്മയുമായിട്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്തും? 4 ഓപ്ഷനും വായിച്ചിട്ടാണോ, അങ്ങനെയാണോ ആൻസറിലേക്ക് എത്തുക? അങ്ങനെയല്ല. നമ്മൾ എങ്ങനെ ചെയ്യണം? ഓക്കെ, നിങ്ങളും ഞാനും ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ്, മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് എന്ന ക്വസ്റ്റ്യൻ വേഗം കാണുമ്പോൾ നമുക്ക് ഈ 4 ഓപ്ഷനിൽ എന്ത് ചെയ്യണം, ഏറ്റവും അറിയാവുന്ന ഓപ്ഷൻ ഏതാണ് എന്ന് നോക്കണം. ഏറ്റവും, അതായത് തെറ്റില്ല, ആ ഓപ്ഷൻ എനിക്ക് കറക്റ്റ് ആണ് ആൻസർ എന്ന് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് എലിമിനേഷൻ വെച്ച് ചെയ്യാൻ നോക്കണം. എങ്ങനെ? തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു, അതായത് ഒരു തുടക്കക്കാരന് പോലും അറിയാൻ കഴിയും. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കിയത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഇതാണ് തൃപ്പടിദാനം. ഇത് അറിയാമെങ്കിൽ ഇതൊരൊറ്റ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. കാരണം 1 എന്നുള്ളത് എന്താണ് ഇവിടെ, ശരിയാണ്. 1 എന്നുള്ളത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇവിടെ ചോദ്യം എന്താണ്, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്തത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ 1 വരുന്ന ഓപ്ഷൻ ഒക്കെ എന്താണ്, ഒഴിവാക്കി വിടണം. ഇവിടെ നോക്കിക്കേ, ഇതിലൊന്ന് വന്നില്ലേ, ഒഴിവാക്കി വിട്ടു. ഇതിലൊന്ന് വന്നില്ലേ, ഒഴിവാക്കി വിട്ടു. ഇതിലൊന്ന് വന്ന് ഒഴിവാക്കി വിട്ടു. ഇനി വേറെ 3 ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണ്ട, വായിക്കേണ്ട ആവശ്യമില്ല. ബി എത്താൻ മതി. വേഗം പോയിട്ട് ബി ആൻസർ ചെയ്താൽ ഇത് 3, 4 വായിച്ച് എത്തുമ്പോഴേക്കും നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇതേപോലെ ഒരു 10 ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര ആകും, ഒരു 20 ക്വസ്റ്റ്യനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ എത്തിയിരിക്കും. ഓക്കെ, ഇനി ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക. നോക്കിക്കേ, ഇതിലെ ശരിയായിട്ടുള്ള ജോഡികൾ ഏതാണ്, ചമ്പാരൻ, തീൻ ഖത്തിയ സമ്പ്രദായം. ഇവിടെ രണ്ടാമത്തെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. 1ഉം 3ഉം ശരിയാണ്. ഏതാണ്, 1ഉം 3ഉം ശരിയാണ്. ഞാനിത് നമ്മുടെ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമര ചരിത്രവും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. 1915 മുതൽ 1947 വരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിയിട്ട് +1 +2 ഒക്കെ ആഡ് ചെയ്തിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. അതുപോലെ 2024 എല്ലാ എക്സാമുകൾക്കും, ഞാൻ ഒരു എക്സാം എന്ന് പറയുന്നില്ല കേട്ടോ, ആ എല്ലാ എക്സാമുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ചമ്പാരൻ എന്ന് പറയുന്നത് തിൻഖതിയ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ചമ്പാരൻ എന്ന് പറയുന്നത് തിൻഖതിയ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1 ഇവിടെ ശരിയാണ്. ഇവിടെ 3 ശരിയാണ്. തേബാഗ, അതാണ് ബർഖാദാർമാർ. ഏതാണ്, തേബാഗ ബർഖാദാർമാർ. ഓക്കെ ആണല്ലോ. ഇവിടെ ബി ആണ് ആൻസർ. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, റിവിഷൻ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഇവിടെ ഉൾപ്പെടാത്തത് 2ഉം 3ഉം ആണ്. ഇവിടെ ആൻസർ എന്താണ്, 2ഉം 3ഉം എന്താണ്, ഉൾപ്പെടില്ല. അത് മനസ്സിലാക്കണം. ഇനി കേന്ദ്രത്തിൽ, അപ്പൊ 1ഉം 4ഉം എന്താണ് ഇവിടെ ശരിയായിട്ടുള്ളതാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായിട്ട് എന്താണ്, ബന്ധപ്പെട്ടതാണ് അല്ലെ. കേന്ദ്രത്തില് ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തതും ഭരണ വിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയിട്ട് തരം തിരിച്ചതും ഇതാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. മറക്കരുത്, ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചത് ആരാണ്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. കേന്ദ്രത്തിന് ദ്വിഭരണ വ്യവസ്ഥ നടപ്പിലാക്കിയതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. താഴെ തന്നിരിക്കുന്നവയിൽ 2ാം ലോക മഹായുദ്ധവുമായി അവിടെയും എന്താണ്, ഒക്കെ ബന്ധമില്ലാത്തത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 4ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. 6 ദിന യുദ്ധം എന്താണ്, ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടതില്ല. എങ്കിൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്, കപട യുദ്ധം, സീ ലയൺ, പിന്നെ ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. അപ്പൊ കപട യുദ്ധം, സീ ലയൺ, ഓപ്പറേഷൻ ബാർബറോസ എന്നിവ എന്താണ്, 2ാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇനി 1ാം ലോക മഹായുദ്ധത്തിന്റെ ഒക്കെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കാരണമല്ലാത്തവ ഏതെല്ലാം? എ ആണ്. 2ഉം 4ഉം തെറ്റാണ്. ഓക്കെ, ആൻസർ എ, 2ഉം 4ഉം ആണ് കേട്ടോ.
പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെ വരും? ബാൾക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധിയും, ഇറ്റലിയിൽ ഫാസിസവും, ജർമ്മനിയില് എന്താണ് നാസിസവും വളർന്നു. ഓക്കെ, ഏതൊക്കെയാണ്? ഇവിടെ അഞ്ചാമത്തെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ. 2ഉം 4ഉം ആണ്. സോറി, ഇവിടെ ശ്രദ്ധിക്കണേ, മാറിപ്പോയിട്ടുണ്ട്. സോറി 2ഉം 4ഉം ആണ് അല്ലേ ഇവിടെ തെറ്റായിട്ടുള്ളത് വരുന്നത്. അഞ്ചാമത്തെ ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. എ ആണ്. 2ഉം 4ഉം ആണ് തെറ്റ്. അപ്പോ ഒന്നാം ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതൊക്കെ വരും? ബാൾക്കൻ രാജ്യങ്ങളിലെ പ്രതിസന്ധിയും, ജർമ്മനിയുടെ വ്യാവസായിക മുന്നേറ്റവും ഒന്നാം ലോകമഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2023 ജനുവരിയില് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ബ്രസീലാണ്. ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റേഷൻ വരും, ശ്രദ്ധിക്കണം. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ബ്രസീലാണ്. ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് എന്താണോ? PSC അല്ലെങ്കിൽ എല്ലാം ശരിയായിട്ടുള്ളത് ചോദിക്കുന്നത് അല്ലേ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏഴാമത്തെ ആൻസർ ബി ആണ്. 2 എന്താണ്? ഉൾപ്പെടില്ല കേട്ടോ. അപ്പൊ എങ്കിൽ ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സൗരവാതം, വാതക മോചനം, പ്രകാശ സംശ്ലേഷണം. എഴുതി വെക്കണം. ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയ എന്ന് ഷോർട്ട് ആക്കിയിട്ട് കൊടുക്കുന്നു. അതിൽ സൗരവാതം, വാതക മോചനം, പ്രകാശ സംശ്ലേഷണം, ഇത് എന്ത് എഴുതിക്കുക? അറിയാത്തവര് എഴുതി വെക്കുക. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ വരും. ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വെച്ചിട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പഠിച്ചത് വെച്ചിട്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. സൗരവാതം, വാതക മോചനം, പ്രകാശ സംശ്ലേഷണം ഇതെല്ലാം ഭൗമ അന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ്. പ്രസ്താവനകൾ പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്നും ഏറ്റവും ശരിയായത് എഴുതുക. ഏറ്റവും ശരിയായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എട്ടാമത്തെ ആൻസർ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ആണവ രാസ സ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. ആണവ രാസ സ്ഫോടനങ്ങൾ മൂലവും ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. അപ്പോ ഒരു ഭ്രംശതലത്തിലൂടെ ശിലകൾ തെന്നി മാറുന്നതിനാലാണ് ടെക്ടോണിക് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഭൂകമ്പം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ടെക്ടോണിക് ഭൂകമ്പമാണ്. സമുദ്രതട ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ വായിച്ച് തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ നിന്ന് ഏറ്റവും ശരിയായത്. ഇവിടെ സമുദ്രതട ഭൂപ്രകൃതിയുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സമുദ്രതട ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നാണ് ചോദ്യം. അതിൽ 9ാമത്തെ ആൻസർ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. എങ്കിൽ ചെയ്യണം. സമുദ്രതട ഭൂപ്രകൃതി എന്ന് ചെറിയ ഷോർട്ട് ആക്കിയിട്ട് ഹെഡിങ് കൊടുക്കുക. 1ഉം 2ഉം ശരിയാണ്. വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനുമിടയിലുള്ള സംക്രമണ മേഖലകളാണ് വൻകര തട്ട്. സമുദ്രാന്തർ പർവ്വത നിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കുമിടയിലെ വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ സമതലങ്ങൾ. അടുത്തത് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരി അല്ലാത്തത് ഏതാണ്? ഏതാണ് ഇവിടെ ശരിയല്ലാത്തത് വരിക? 10ാമത്തെ ബി ആണ് കേട്ടോ. 2 എന്താണ്? ശരിയല്ല. അവസാദശില ബസാൾട്ട് അല്ല അല്ലെ? എന്താണ്? കൽക്കിരിയൊക്കെ വരും അല്ലേ? ഓക്കെ, 2 ഇവിടെ ശരിയല്ല. അപ്പൊ ഒന്ന് നോക്കിക്കേ. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ശരിയല്ലാത്തത് ചോദിച്ചു. ശരിയായിട്ടുള്ളത് ആഗ്നേയ ശില, ഗ്രാനൈറ്റ്. നമ്മളെ ആഗ്നേയം എന്ന് എഴുതുമ്പോ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ആഗ്നേയം ഈ ഗ വരുന്നില്ലേ? അതുകൊണ്ട് അതിലൊരു വരുന്ന ശിലയാണ് ഇത് ഗ വരുന്ന ഗ്രാനൈറ്റ്. അപ്പൊ ഗ്രാനൈറ്റ് എന്നുള്ളത് ഏതിനാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ഇനി കായാന്തരിത ശില മാർബിൾ ആണ്. ഓക്കെ, മാർബിളിന് ഉദാഹരണമാണ് കായാന്തരിത ശില. ഇനി മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതിലും ഇല്ലേ മാഗ്മ, മാഗ്, കണ്ടോ? അപ്പൊ അതുകൊണ്ട് മാഗ്മയും ലാവയും തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഏതാണ്? ആഗ്നേയ ശില. ഗ വരുന്നത് കൊണ്ട് മാഗ്മ, ആഗ്നേയ ശില ഗ ഉള്ളതുകൊണ്ട് അത് ഗ്രാനൈറ്റ് ശില. ഓക്കെ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ. അപരദന ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട ജോഡികളാണ് താഴെയുള്ളത്. അവയിൽ ശരിയായ ജോഡി ഏത്? അപ്പൊ ഇതിൽ അറിയാത്തതുണ്ടെങ്കിൽ ഇവിടെ ശരിയായിട്ടുള്ള ജോഡി ചോദിച്ചിരിക്കുന്നത് അപരദന ഭൂരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. 11ാമത്തെ ആൻസർ എ ആണ്. താഴെ തന്നിട്ടുള്ള ശരിയായ ജോഡി 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നദികളാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത് അല്ലെ? നദികൾ എന്ത് ചെയ്യുന്നു? ഗിരികന്ധരം സൃഷ്ടിക്കുന്നു.
ISROയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അപഗ്രഥിച്ച് താഴെ തന്നിട്ടുള്ള ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായത്. ഇവിടെ ISROനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ISROയുടെ ആസ്ഥാനം ബംഗളൂരു ആണ്. സ്ഥാന നിർണയ ഉപഗ്രഹമാണ് NVS-01. 12ാമത്തെ C ആണ് ഇവിടെ. 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ISROയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവിലെ ശ്രീഹരിക്കോട്ടയിലാണ്. സ്ഥാന നിർണയം കണക്കാക്കാനുള്ള ആ ഒരു ഉപഗ്രഹം ഏതിലാണ്? NVS അല്ലേ? NVS-01. ശ്രദ്ധിക്കണം കേട്ടോ. സ്ഥാന നിർണയ ഉപഗ്രഹം. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 13ാമത്തേത് D ആണ്. 2015 ജനുവരി 1. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? ഏതാണ്? ഹരോൾഡ് ഡോമർ മാതൃക. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം, അതായത് ഈ വർഷം WTOയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? UAE ആണ് കേട്ടോ. UAE. നോട്ട് ചെയ്യണേ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് MS സ്വാമിനാഥൻ. സപ്തകൃഷി എന്ന പദം ഇന്ത്യയുടെ എന്തുമായി ചേർന്നിരിക്കുന്നത്? ഏതാണ്? 2023-24 ബജറ്റാണ് കേട്ടോ. 17ാമത്തെ 2023-24 ബജറ്റാണ്. സപ്തകൃഷി എന്ന പദം, അതായത് ഒരു 7 പരിപാടികൾ മുൻതൂക്കം കൊടുത്തിട്ട് 7, അതുകൊണ്ടാണ് സപ്തം. സപ്തം പറഞ്ഞ 7 അല്ലേ? 2023-24 ബജറ്റിലാണ്. 2023 G20 ഉച്ചകോടി ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത് കേരളത്തിലെ ഏത് സ്ഥലത്താണ്? 18ാമത്തെ B ആണ്. കുമരകത്താണ് കേട്ടോ ഒഫീഷ്യൽ മീറ്റിംഗ് നടന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 19. D ആണ് ആൻസർ. 3 ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. 3 തെറ്റാണ്. ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേരൊന്നും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏവ? ഏതാണ്? 3 ആണ് കേട്ടോ. ഇവിടെ അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഭരണഘടനയുടെ ആമുഖമായിട്ട് ബർബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു. കേന്ദ്ര ഗവൺമെന്റും LICയും തമ്മിലുള്ള കേസില് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ശരിയായിട്ടുള്ളതാണ് കേട്ടോ. ആമുഖം ഒരിക്കൽ 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് അല്ലെ ഭേദഗതി ചെയ്തത് 1976. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏവ? 20ാമത്തേത് A ആണ്. 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. വെറുതെ ഓപ്ഷൻ വായിച്ചിട്ട് C ആണ് അതാണ് തെറ്റ് പറഞ്ഞിട്ട് പോയാൽ പോരാ. ബാക്കിയുള്ള ആ ഓപ്ഷനിൽ എന്തൊക്കെയാണോ ആൻസർ വരുന്നത് അതൊക്കെ പഠിച്ചു പോകണം. അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ ചെയ്തു ഇത് തെറ്റി എനിക്ക് ഇത്ര, അങ്ങനെയല്ല. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിപ്പോൾ 4 ഓപ്ഷൻ ശരിയാണ്. ഈ 4 ഓപ്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് സബ്ജക്റ്റ് നമ്മൾ എന്താണ് സിലബസ് വൈസ് പഠിച്ചു പോകുന്ന പോലെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4 ഓപ്ഷൻ എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ എല്ലാ ഓപ്ഷൻ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇവിടെ 20ാമത്തെ 4ഉം ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് 1946 ഡിസംബർ 11 HC മുഖർജിയെ തെരഞ്ഞെടുത്തു. ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളല്ലേ ചോദിച്ചിരിക്കുന്നത്? 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. 20ാമത്തെ A ആണ്. ഇവിടെ ശരി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, വൈസ് പ്രസിഡന്റ് ആയിട്ടാണ്. ഇവിടെ പെട്ടെന്ന് ചോദ്യം വരുമ്പോൾ പ്രസിഡന്റ് എന്നൊക്കെ കാണും. ഓക്കെ, ഇന്ത്യ വിഭജനത്തിന് ശേഷം 9 വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. ഈ സഭയുടെ നിയമ ഉപദേഷ്ടാവ് BN റാവു ആയിരുന്നു. 20ാമത്തെ. ഇനി 21. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? 21 B ആണ് കേട്ടോ. 4 ഇവിടെ ഇത് തെറ്റാണ്. ഇനി ഈ ഭേദഗതിയിലൂടെ 86ാമത്തെ ഭേദഗതിയിലൂടെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 86ാമത്തെ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ഈ ഭേദഗതിയിലൂടെ 21A വകുപ്പ് എന്ന ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതി പാസാക്കിയത് 2014 മനസ്സിലാക്കണം.
യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് UPSC ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 22ാമത്തെ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. അപ്പൊ UPSC കുറിച്ചിട്ടുള്ള 4 പോയിന്റ് ഇപ്പൊ പഠിക്കണം കേട്ടോ. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യണം. ചെയർമാൻ ഉൾപ്പെടെ ഏത് അംഗത്തെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ആദ്യത്തെ വനിതാ ചെയർമാനാണ് റോസ് മില്യൻ. UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള വകുപ്പുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 143. 143. എന്താണ് 143 നമ്മൾ പറയാറ്? സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയില്ലേ, നേരിട്ട് ഐ ലവ് യു എന്ന് പറയുന്നതിന് വരെ എന്ത് പറയും? 143 പറയും അല്ലേ? എന്താണ് അറിയാലോ, ആർക്കും അറിയാതെ അല്ലേ? അപ്പൊ അത് മനസ്സിലാക്കണം കേട്ടോ. അതാണ് ഉപദേശാധികാരം. 143 നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്യും? നമുക്ക് ഉപദേശം തരും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് നോക്കണം കേട്ടോ. ഒരു ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കോഡ് തന്നതാണേ. എന്താണ് 143 എന്ന് നമ്മൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആര് ഉപദേശം തരും? സുപ്രീം കോടതി ഉപദേശം തരും. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോഡുകൾ കേൾക്കുമ്പോൾ ചീത്ത പറയരുത് കേട്ടോ. അടുത്തത് ഹരിത കേരള മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏതാണ്? 24A ആണ് കേട്ടോ. ഇത് പെടില്ല കേട്ടോ. 2 പെടില്ല, ഇതൊക്കെ പെടും. അപ്പൊ ഈ ഹരിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് പഠിച്ചു വെച്ചേ. ഹരിത കേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും, അതൊക്കെ വാക്കി തന്നെ ഉണ്ട്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഹരിതമല്ലേ, പച്ചപ്പ് നിർത്തണം അല്ലേ, പ്രകൃതിക്ക് സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കണം, സുരക്ഷിത കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. അതൊക്കെ ഏതാണ്? ഹരിത കേരള മിഷന്റെ ലക്ഷ്യത്തിൽ പെടുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ കേരളത്തില് തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന, നമ്മുടെ കേരളത്തിലാണ് ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്? ഹരിയാനയിലാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഇന്ന് കേരളത്തിൽ അത് എത്രയാണ്? 25ാമത്തെ ആൻസർ സി ആണ്, 311 കേട്ടോ. 311. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാഷ്ട്രങ്ങളും. ഓക്കെ, എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്? എങ്ങനെയാണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ അവശിഷ്ടാധികാരം അങ്ങനെ 1, 2 അങ്ങനെ അവിടെ സമയം കളയരുത്. ഇതിൽ ഏറ്റവും അറിയാവുന്നത് നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, എടുക്കുക. അപ്പൊ ആമുഖം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നല്ലേ? ആമുഖം അമേരിക്ക. ആമുഖം കണ്ടോ? ആമുഖം അമേരിക്ക എന്ന് അറിയാവുമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ പറഞ്ഞാൽ അത് എനിക്കറിയാവുന്ന ഓപ്ഷൻ വെച്ച് ഞാൻ ചെയ്യാണ് കേട്ടോ. ഇപ്പൊ സി ഏതാണ്? 4 വരണം. ഇവിടെ നോക്കിയ സി ഏതാണ് ഓപ്ഷൻ വരുന്നത്? 4 അല്ലേ? സി ഇവിടെ 2 വന്നു. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഒഴിവാക്കി വേഗം വിട്ടു. ഇനി ബാക്കി 4. നമുക്ക് സി എന്ന് വന്നു, 4 വന്നു അല്ലേ? 3 C 4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി വേഗം എയും ബി സിയിലും ഏതാ നോക്കിയാൽ മതി. ഇനി ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അവശിഷ്ട, ഇതിൽ ഏതാണ് ഏറ്റവും അറിയാവുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാം, എടുക്കാം. ഞാൻ ഇവിടെ ഭരണഘടനാ ഭേദഗതി എടുക്കുന്നു കേട്ടോ. എനിക്ക് ഭരണഘടനാ ഭേദഗതി ഏതാണ്? ദക്ഷിണാഫ്രിക്ക എന്നുള്ളത് അറിയാം. ഇതിൽ ഏറ്റവും അറിയാവുന്നത് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അപ്പൊ ബി എപ്പോഴും എന്ത് വരണം? 1 വരണം. ഈ 3 എണ്ണത്തിലെ ബി ഏതാ 1 വന്നിരിക്കുന്നത്? ഇതാ ഇവിടെ 2 എണ്ണം വന്നിട്ടില്ലേ? വേഗം ഇതിനെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. ഇനി എയും ബിയും മാത്രമേ ഉള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥ ജർമ്മനി അല്ലേ? ഡി ഏതാണ്? 3 ആണ് അല്ലേ? ഡി ഏതാണ്? 3 വരണം. ഡി 3 വന്നിരിക്കുന്നത് ഏതാണ്? ഇതാണോ? ഇതാണ്. ഏതാണോ എളുപ്പം അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷനിൽ ഇപ്പൊ ഞാൻ ആമുഖം വെച്ചെടുത്തു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് അറിയാം അല്ലെ? ഇതാണ് അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ് അറിയാമെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, ഡി ഏത് വരണം? 3 വരണം. എങ്കിൽ ഡി 3 വന്നിട്ടുള്ള ഓപ്ഷൻ നോക്കിക്കേ, ഇവിടെ ഏതാണ്? ആകെ ഒരൊറ്റ ഓപ്ഷനിലുള്ളൂ, ബി മാത്രം. അത് മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ അവശിഷ്ടാധികാരനോ ഭരണഘടനാ ഭേദഗതിയെന്നോ ആമുഖമൊന്നും വായിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചേരുംപടി ചേർക്കാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല തന്നിട്ടുള്ള ജോഡികളെ ശരിയായത് ഏത് എന്നുള്ള ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അല്ലേ തന്നിരിക്കുന്നത് ചേരുംപടി ചേർക്കാനാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റിനും ചേരുംപടി ചേർക്കണം. അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ജർമ്മനി എന്നറിയാമെങ്കിൽ ഡി 3 വരണം. ഡി 3 ഉള്ള ഓപ്ഷൻ ഒരൊറ്റന്നേ ഉള്ളൂ, ബി. വേഗം അങ്ങോട്ട് കറുപ്പിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, ഇതിപ്പോ ഇത്രയും നേരം എടുക്കുമ്പോൾ എന്താണ്, അവിടെ ടൈം കഴിഞ്ഞു. ഈ ടൈം കഴിഞ്ഞ നേരം കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തിയിട്ടുണ്ടാവും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏത്? എന്താണോ PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ അല്ലെ? ഒക്കെ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയെ ചോദിക്കുമ്പോഴാണ് എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏതൊക്കെ? 27ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. 3ഉം 4ഉം എന്താണ്? പെടാത്തതാണ്. എങ്കിൽ 1ഉം 2ഉം പെടുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട്. അപ്പൊ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഈ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചു തരൂ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്താണ്? ചുമതലയില്
പെടുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. നോക്കിക്കേ, ഞാനൊരു കാര്യം പറഞ്ഞേട്ടെ. ഇതില് ആൻസർ നമുക്ക് എങ്ങനെ, അതായത് ചെയ്ത് പരിശീലിക്കുന്ന വേണം കേട്ടോ. അല്ലെങ്കിൽ നല്ല മൈൻഡ് ട്രിക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഞാൻ ഇതിലൊരു പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ കിട്ടി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയിൽ പെടാത്തതാണ് ചോദ്യം. ഇപ്പൊ ഒന്നാമത്തെ വേഗം ഓപ്ഷൻ വായിക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ഇത് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ? പക്ഷെ ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോ 1 എന്ന് വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യണം? ഒഴിവാക്കി വിടണം അല്ലെ? 1 വരുന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? ഒഴിവാക്കി വിടണം. കണ്ടോ, അത് ഒഴിവാക്കി വിട്ടു. മനസ്സിലായല്ലോ? ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക. സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ ഈ ഓരോ എളുപ്പം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എലിമിനേഷൻ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? 28ാമത്തെ എ, ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശ്. ഇപ്പൊ ആരാണ് ഗവർണർ? അവരുടെ എന്ത് ചെയ്യാ നോക്കട്ടെ, പ്രസിഡന്റ്, അവരുടെയൊക്കെ ജന്മസ്ഥലം, അവരിതിനു മുമ്പ് ഏത് സംസ്ഥാനത്തിലായിരുന്നു ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി എന്നൊക്കെ നോക്കിയിട്ട് പോകണം ക്വസ്റ്റ്യനില്. ഓക്കെ, ഇപ്പൊ എനിക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആൻസർ 3, 4. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് പോവുക. അതിൽ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഓപ്ഷൻ 4 ഓപ്ഷൻ ഇതിൽ ശരിയായിട്ടുള്ളതാണ്, ഈ 4 ഓപ്ഷൻ നിങ്ങൾ ഇത് പഠിച്ചേ തീരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ക്ലാസ് കൊണ്ട് എന്തെങ്കിലും ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടണ്ടേ? ഓക്കെ, ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് അത് ഉപകാരമാകട്ടെ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇത്തിരി ലെങ്ത് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ സ്പീഡ് പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 20 മിനിറ്റ് കൊണ്ട് ചെയ്യാം. അതിലെല്ലാവരും കാര്യം. ഓക്കെ, കേരളത്തിലെ തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓക്കെ, 29ാമത്തെ ആൻസർ ചെയ്തവരും ഡി ആണ് കേട്ടോ. നിങ്ങൾ ചാനൽ ചെയ്ത് നോക്കണേ. 3 ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന 3 തെറ്റാണ്. എങ്കില് 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ പഠിക്കണം. ഇപ്പൊ പഠിക്കണം. ഓക്കെ, ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന എല്ലാ ശരിയായിട്ടുള്ള പോയിന്റുകളും എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചിരിക്കണം. കേരളത്തിലെ തൊഴിലില്ലായ്മ വേതന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളതാണ്. 1982ലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പ്രതിമാസം 120 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായിട്ട് സർക്കാർ നൽകുന്നത്. 120 രൂപ. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 5 ലക്ഷത്തില് കുറവായിരിക്കണം. വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാസം 120 രൂപ വാങ്ങിക്കാൻ നമ്മൾ പോകുവോ? ഇല്ല അല്ലെ? 10 ലക്ഷം 20 ലക്ഷം ഒക്കെ നമുക്ക് വാർഷിക വരുമാനം വീട്ടിലുണ്ടെങ്കിൽ 120 രൂപ അപേക്ഷിക്കാൻ നമ്മൾ ആരെങ്കിലും പോവോ? ഇല്ല അല്ലെ? അത് ഇവർക്ക് ചിന്തിച്ചൂടെ ഈ സർക്കാരിന്? ഇനി തെറ്റായ ജോഡി കണ്ടെത്തുക. 30ാമത്തെ സി ആണ് ആൻസർ കേട്ടോ. സി എന്താണ്? ഇത് ഇവിടെ തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള ജോഡിയാണ് എയും ബിയും ഡിയും. പഠിച്ചേ. കേരള നിയമനിർമ്മാണ സഭ സ്പീക്കർ. ഓക്കെ, MP രാജേഷ് മാറിയില്ലേ? കാരണം ഇപ്പൊ ആരാണ്? M ഷംസീറാണ്. ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തു? തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുത്തു. കാരണം അത് കഴിഞ്ഞിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? ചേഞ്ചസ് വന്നത്. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ. പഠിച്ചോളൂ. ലോകസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ അനന്തശയനം അയ്യങ്കാർ. ഇനി കേന്ദ്ര മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, വലിയ സുഖമൊന്നുമില്ല. ആരോഗ്യം മോശമായപ്പോഴേ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ആരോഗ്യം മോശമായി കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാകുമോ? ഇല്ല അല്ലെ? അതൊന്നും നോക്കിയാൽ മതി. ആരോഗ്യമന്ത്രി സുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബി, പുനരവലോകന അധികാരം, ജുഡീഷ്യൽ റിവ്യൂ. ഇവിടെ പുനരവലോകനം എന്ന് കേട്ടാൽ ഈശ്വര ഉപദേശാധികാരം. ഉപദേശമൊന്നും കൊടുക്കില്ല. റദ്ദെന്ന് ഉപദേശം കൊടുത്തിട്ടാണ്. റദ്ദെന്നല്ല, തനതധികാരം. പുനരവലോകനം. നമ്മൾ ആ ഇംഗ്ലീഷ് വായിക്കാനും കൂടി ചിലപ്പോൾ നമ്മൾ അവിടെ സമയം കണ്ടെത്തില്ല അല്ലെ? ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതിന്റെ മലയാള പദമാണ് പുനരവലോകന അധികാരം. എങ്ങനെയാണ് ജുഡീഷ്യൽ റിവ്യൂ? ഏതാണ്? ആർട്ടിക്കിൾ 13 കേട്ടോ. ആർട്ടിക്കിൾ 13. വൈറ്റമിനുകളും അപര്യാപ്തത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഇതിൽ തന്നിട്ടുള്ളതിൽ ചേരുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 32ാമത്തെ ആൻസർ ഡി ആണ്. 1ഉം 4ഉം ശരിയാണ്. 1ഉം 4ഉം ശരിയാണ് കേട്ടോ. നോക്കിക്കേ. വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാതിരിക്കുക അല്ലെ? വൈറ്റമിൻ B1 ബെറി. എന്താണ്? വൈറ്റമിൻ B1 ബെറി. അടുത്തത് കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന
ഹോർമോൺ ഏത്? കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏതാണ്? എ ആണ് കേട്ടോ, പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ. ഏതു പേരിലാണ് ഊഷ്മാവിന്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? അതായത് ഏറ്റവും എത്രത്തോളം ഊഷ്മാവ് ഹൈ ആണെങ്കിൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? യൂറി തെർമൽ. ഇതാണ് യൂറി തെർമൽ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ, സയൻസ് ഒക്കെ നല്ല കടുപ്പിച്ചിട്ടുണ്ട് അല്ലേ ഈ LD നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ. യൂറി തെർമൽ. ഫെമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം നമ്മൾ അവിടെ വിചാരിക്കണ്ട, ഞാനാണെങ്കിൽ ചിന്തിക്കട്ടെ, എനിക്ക് തുറന്നു പറയുന്നില്ല, എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എനിക്ക് ഒരു എന്താ പറയാ മനക്കെടും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം. ഫെമർ നമ്മൾ ഫീമർ നില നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ, ഫീമർ നില പറയും. ഫെമർ അസ്ഥി ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കില്ലേ, പിന്നെ ഇരുന്നോട്ടെ, അത് PSCക്ക് എന്തായാലും തെറ്റ് എപ്പോഴും വരും, അതുകൊണ്ട് ഫെമർ എന്ന് ഇരുന്നോട്ടെ എന്തെങ്കിലും വരും അല്ലേ. ഒക്കെ 35ാമത്തെ A ആണ്, കാലിലാണ് കേട്ടോ. ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്നത് കാലിലാണ്. ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? അതൊരു നല്ല തരംഗമായിരുന്നു അല്ലെ. നമീബിയ അല്ലേ, 36ാമത്തെ നമീബിയ അല്ലെ. ഓക്കെ. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വർക്ക്ഔട്ട് ചെയ്തിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് തരുന്നത്, ഞാൻ ഒപ്പം എന്താ, അതുകൊണ്ടാണ് ആൻസർ എത്തുമ്പോൾ ചെറിയൊരു ഇത് വരുന്നത്. കാരണം ഞാൻ ആദ്യം ആൻസറിലേക്ക് എനിക്ക് എത്തണമല്ലോ, എന്നിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അല്ലെ. പൂർണ്ണ ശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ഏതാണ് വരിക? കാൻഡില അല്ലെ, കാൻഡിലയാണ് വരിക. താഴെ തന്നിരിക്കുന്ന പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് കാൻഡില. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം ഏതാണ്? 39B ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്ത പ്രകാരം വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ ആവശ്യമില്ലാത്ത താപ പ്രസരണ രീതി ഏതാണ്? വികിരണമാണ്. ബഹിരാകാശ പര്യവേഷണത്തെ സഹായിക്കുന്നതിനും ഭൂമിക്കപ്പുറത്ത് ജീവൻ നിലവിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായിട്ട് നാസ വികസിപ്പിച്ചെടുത്ത പാമ്പിന്റെ രൂപത്തിലുള്ള, ശ്രദ്ധിക്കണം, പാമ്പിന്റെ രൂപത്തിലുള്ള റോബോട്ടിന്റെ പേര് എന്ത്? ഈൽസ് ആണ് കേട്ടോ, ഈൽസ്. സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 42ാമത്തെ A ആണ്. ഖരരൂപം വാതകമായി മാറുന്നു. എന്താണ് സബ്ലിമേഷൻ? നമ്മൾ പറയാറില്ലേ, ഉത്പതനം. ഓക്കെ, ഉത്പതനം. ഖരരൂപം എന്താകണം? ദ്രാവകമായി മാറാതെ വാതകമായി മാറുന്നു. വായു നിറച്ച ബലൂണ് വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടാൻ കാരണമായ വാതക നിയമം ചാൾസ് നിയമം. സംഭരണ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഗോബർ ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം മീഥേൻ ആണ്. ഗോബർ ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? നമ്മുടെ സ്വന്തം ശ്രീനാരായണ ഗുരു. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ്? ഇടപ്പള്ളിയിൽ അല്ലെ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത. ശ്രദ്ധിക്കണം, ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ബീന മോള്. 2023 നിയമസഭ ലൈബ്രറി അവാർഡ് നേടിയത്? നിയമസഭ ലൈബ്രറി അവാർഡ് നേടിയത് C. പത്മനാഭൻ. പത്മസുബ്രഹ്മണ്യം ഏത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 50ാമത്തെ B ആണ്. പത്മസുബ്രഹ്മണ്യം ഭരതനാട്യം. അപ്പൊ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് നോട്ട് പ്രിഫർ ചെയ്യാം അല്ലേ. ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ പ്രിഫർ ചെയ്ത് ഞാൻ ചെയ്യുന്ന നോട്ടുകളൊക്കെ, എഴുതി വെച്ച നോട്ടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നതൊക്കെ എന്താണ്? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു എനർജിയും ഉഷാറും ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്ക് പഠിക്കാൻ തന്നെ ഒരു ഉഷാറുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അല്ലെ, ഒരു സപ്പോർട്ട് നമുക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആവും. അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന താഴെ തീർച്ചയായിട്ടും കമന്റ് കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ നമ്മള് ഇത് 19ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളം ഭരണ സംവിധാനം ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, കേരളം ഭരണ സംവിധാനം 5 മാർക്കിന്റെ ടോപ്പിക് നമ്മൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി കംപ്ലീറ്റ് ആകാനായി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആകാനായിട്ട്, ആ 3 മൊഡ്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്.
ഓക്കെ, ഇത് കഴിഞ്ഞോട്ടോ. കേരള ഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്ട് മുക്കാലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി എക്കണോമിക്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, എക്കണോമിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നാളെ തൊട്ടിട്ട് ഓരോ വീഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 5 മാർക്ക് നമുക്ക് അതിൽ നിന്ന് വാങ്ങിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര മാർക്കിന്റെ അടുത്തായി? 20 മാർക്കിന്റെ അടുത്ത് ഇവിടെ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി PSC 2023 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തു വരുന്നുണ്ട്, കൂടെ അതിനും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. നമുക്ക് സമയം കളയരുത്. സമയം ഡേറ്റ് എത്രയായി എന്നുള്ളത് അറിയാലോ. അപ്പോൾ LD എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അതിന് മുമ്പ് ഏതൊക്കെ പോസ്റ്റ് വരുന്നുണ്ടോ അത് ക്രാക്ക് ചെയ്യാനായിരിക്കണം ആദ്യം ശ്രമിക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.